ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ബദർ മൗലിദിന് വലിയ പങ്കുണ്ട്. ഇങ്ങനെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ബദർ മൗലിദിന് പങ്കുണ്ട്. വില്യം ലോഗൻ അദ്ദേഹത്തിന്റെ മലബാർ മാനുവലിൽ എഴുതിയ കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി റഹിമഹുല്ല വലിയ മഹാനല്ലേ, വീരനാണ്, ശൂരനാണ്. വാര്യംകുന്നനെ നമ്മൾ എടുത്തിങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നുണ്ടല്ലോ. എന്തായിരുന്നു വാര്യംകുന്നന്റെ ബോധ്യം? കൃത്യമായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. കച്ചവടത്തിൽ ലഭിക്കുന്ന ലാഭം കുടിയാന്മാർക്കും പാവങ്ങൾക്കും ഹാജി വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. കച്ചവടത്തിൽ ലഭിക്കുന്ന ലാഭം കുടിയാന്മാർക്കും പാവപ്പെട്ടവർക്കൊക്കെ വീതിച്ചു കൊടുക്കും. എന്നിട്ട് മൗലിദ്, റാത്തീബ്, പടപ്പാട്ട് എന്നിവ സംഘടിപ്പിക്കുകയും അന്നദാനം നടത്തുകയും ചെയ്ത് ഹാജി പ്രശസ്തനായി. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ചെയ്ത പരിപാടി എന്താ? മൗലിദും റാത്തീബും അന്നദാനവും ഒക്കെ നടത്തിയിട്ട് ഭക്ഷണവും കൊടുത്തിട്ട് പ്രശസ്തനായി എന്നാണ് പറഞ്ഞത്. ഇനി ലഹളകളെ കുറിച്ച് പറയുന്നുണ്ട്. നേർച്ചകൾ, മൗലിദുകൾ തുടങ്ങിയ ആചാരങ്ങളുമായി അടുത്ത സമയത്താണ് പല ലഹളകളും നടക്കാറുള്ളത്. ബ്രിട്ടീഷുകാർക്കെതിരെ പല ലഹളകളും നടന്നിട്ടുള്ളത് മൗലിദിന്റെയും റാത്തീബിന്റെയും ഉടനെയാണ്. അവർ പറയുന്നുണ്ട്, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെയോ മറ്റ് ജന്മികളുടെയോ വീടുകൾ അവർ കയ്യേറുകയും പടപ്പാട്ടുകൾ, മൗലിദുകൾ പോലെ ആത്മീയ ഗാനങ്ങൾ ചൊല്ലി പട്ടാളത്തെ കാത്തിരിക്കുകയും ചെയ്യുമായിരുന്നു വിപ്ലവകാരികൾ. ജന്മികളുടെ വീട് അങ്ങോട്ട് കയ്യേറിയിട്ട്, ബ്രിട്ടീഷുകാരന്റെ കേന്ദ്രങ്ങൾ കയ്യേറിയിട്ട് അവിടെ ഇരുന്ന് ബദർ മൗലൂദും പടപ്പാട്ടും റസൂലുള്ളാന്റെ മൗലിദും ചൊല്ലുമായിരുന്നു ലഹളക്ക് പോയിരുന്ന ആളുകള്. എന്നിട്ട് പറയാൻ, രക്തസാക്ഷിയാകാൻ കൊതിക്കുന്നതിനാൽ പട്ടാളത്തെ അവർ ഭയന്നിരുന്നില്ല. ബദർ പാട്ട് കേട്ടിട്ട് ബദരീങ്ങളുടെ ഊർജം നെഞ്ചിലേക്ക് കയറ്റിയ മനുഷ്യരായിരുന്നു നമ്മുടെ പൂർവ്വസൂരികളായ ആളുകൾ. അപ്പൊ നമ്മള് വാര്യംകുന്നത്തിന് പൊക്കി പിടിക്കും. വാര്യംകുന്നത്ത് നമ്മുടെ ആദർശപ്രകാരം മുശ്രിക്കാണെങ്കിൽ പിന്നെ എന്തിനു കൊള്ള വാര്യംകുന്നത്ത്? ആലോചിച്ചു നോക്കേ, ഇത്ര വലിയ വിരോധാഭാസാണത്. അപ്പൊ ബദരീങ്ങളെ സ്നേഹിക്കണം, അവരുടെ മദ്ഹ് പറയണം. അല്ലാത്തവരുണ്ടോ? അപ്പൊ നിങ്ങൾക്കത് പറ്റുന്നില്ലേ, മിണ്ടണ്ട. വെറുതെ നമ്മൾ ഈ ഉമ്മത്തിൽ ഇപ്പൊ കുത്തിത്തിരിപ്പിന്റെ ആവശ്യമുണ്ടോ? അല്ലാതെ തന്നെ ആവശ്യത്തിലധികം നമുക്കിടയിലുണ്ട്. ഇപ്പൊ ഉമ്മത്തിനെ കാഫറും മുശ്രിക്കും ആക്കി നടക്കേണ്ട കാര്യം നമുക്കുണ്ടോ? വേണ്ടല്ലോ. നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നില്ലേ, ചൊല്ലണ്ട. ചൊല്ലുന്നവർ ചൊല്ലിക്കോട്ടെ, അവർ അള്ളാഹുവും റസൂലുമായി അടുത്തോട്ടെ, അവർ അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിച്ചോട്ടെ, അവർ ബദരീങ്ങളെ മഹബത്ത് വെച്ചോട്ടെ, അവർ ബദരീങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടന്നോട്ടെ. നമുക്കെന്താ പ്രശ്നം?